Today we discuss about the ecosystem. എന്താണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്? ഓക്കെ, അതിന് മുന്നേ നമുക്ക് എന്താണ് ഇക്കോളജി എന്ന് നോക്കാം. എന്താണ് ഇക്കോളജി? ഇക്കോളജി pertains to the study of relationship between various organisms and their environment. നമ്മുടെ എൻവിറോൺമെൻറ്റിലുള്ള എല്ലാ ജീവജാലങ്ങളും കുറിച്ചുള്ള ഒരു പഠനമാണ് ഇക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇക്കോളജി? ഇറ്റ് പെർട്ടൈൻസ് ടു ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ഓർഗാനിസംസ് ആൻഡ് ദെയർ എൻവിറോൺമെൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ഡിസ്കസ് ദ മീനിങ് ഓഫ് എക്കോസിസ്റ്റം. എന്താണ് ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത്? എന്താണ്? നമ്മളുടെ ഈ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബയോസ്ഫിയറിലുള്ള പല ലെയേഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബയോസ്ഫിയർ ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, എക്കോസ്ഫിയർ ആൻഡ് ലിത്തോസ്ഫിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ബയോസ്ഫിയറിലുണ്ട്. ഏതൊക്കെയാണ്? അറ്റ്മോസ്ഫിയർ, എക്കോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് ലിത്തോസ്ഫിയർ. ഓൾ ദീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബയോസ്ഫിയർ. ഇതെല്ലാം ചേർന്നതാണ് ബയോസ്ഫിയർ. അപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ബയോസ്ഫിയർ. നമ്മുടെ ബയോസ്ഫിയറിലെ ഒരു സ്മോൾ പാർട്ടാണ് എക്കോ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഹാസ് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ടു സസ്റ്റെയിൻ ലൈഫ്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ടു സസ്റ്റെയിൻ ലൈഫ്. അവിടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ സവിശേഷതകളും ഈ പറഞ്ഞ എക്കോസിസ്റ്റത്തിലുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് എക്കോസിസ്റ്റം ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ബയോസ്ഫിയർ ദാറ്റ് ഹാസ് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ടു സസ്റ്റെയിൻ ലൈഫ്. Okay, then next we go to the definition of ecosystem. Okay, in this picture we shows that ecosystem, different types of species, different types of living organisms and non-living organisms. ഇതെല്ലാം ചേർന്നതാണ് നമ്മളുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു എ.ജി. ടിൻസ്ലി, ecosystem is a system resulting from the integration of all the living and non-living factors of environment. അതാണ് നമ്മൾ ഇവിടെ ഒരു പിക്ചർ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ എൻവിറോൺമെൻറ്റിലുള്ള അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഫാക്ടേഴ്സ് ഓഫ് എൻവിറോൺമെൻറ്റ്. നമ്മുടെ എൻവിറോൺമെൻറ്റിലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവനുള്ള ഉള്ളവയും ജീവനില്ലാത്തവയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഇൻട്രാക്ഷൻ നടക്കുന്ന ഒരു സിസ്റ്റമാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റം റിസൾട്ടിങ് ഫ്രം ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഫാക്ടേഴ്സ് ഓഫ് എൻവിറോൺമെൻറ്റ്. ദെൻ അപ്പോൾ എക്കോസിസ്റ്റത്തെക്കുറിച്ച് നമുക്കൊന്നുകൂടിയും വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് എ.ജി. ടിൻസ്ലി ആണ്. ഇറ്റ് ഈസ് എ ബയോളജിക്കൽ എൻറ്റിറ്റി. അപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ എൻറ്റിറ്റിയാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഫാക്ടേഴ്സ്. ആൻഡ് എക്കോസിസ്റ്റം ഈസ് ഫോംഡ് ബൈ ദ ഇൻട്രാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അത് ജസ്റ്റ് ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ആൻഡ് എക്കോസിസ്റ്റം ഈസ് ഫോംഡ് ബൈ ദ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ഇറ്റ് ടെൽസ് ദാറ്റ് ഹൗ ഡു ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻട്രാക്ട് ഇൻ ആൻ എൻവിറോൺമെൻറ്റ്. അപ്പോൾ നമ്മുടെ എൻവിറോൺമെൻറ്റിൽ ഈ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നാണ് ഈ എക്കോസിസ്റ്റം നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം. ദർ ആർ 2 types ഓഫ് എക്കോസിസ്റ്റം, നാച്ചുറൽ എക്കോസിസ്റ്റം ആൻഡ് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം. നാച്ചുറൽ എക്കോസിസ്റ്റം തന്നെ 2 തരത്തിലുണ്ട്, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റം. ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് മാൻ മെയ്ഡ് അക്വേറിയംസ്, പോൺസ് എക്സെട്ര. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ എക്കോസിസ്റ്റം ആണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റം. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം ആൻഡ് നാച്ചുറൽ എക്കോസിസ്റ്റം. അതായത് ഒരു നാച്ചുറൽ എക്കോസിസ്റ്റവും അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം തമ്മിൽ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നാച്ചുറൽ എക്കോസിസ്റ്റം
ത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ എക്കോസിസ്റ്റം ദാറ്റ് ഹാസ് ഒക്കേർഡ് ഓവർ ടൈം ഡ്യൂ ടു ദ എഫക്ട്സ് ഓഫ് നേച്ചർ, അതായത് പ്രകൃതിയുടെ ഇൻട്രാക്ഷൻ, പ്രകൃതിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു എക്കോസിസ്റ്റമാണ് നാച്ചുറൽ എക്കോസിസ്റ്റം. പക്ഷേ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്ലാൻഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ ഹ്യൂമൻസ്. പക്ഷേ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് മനുഷ്യൻ പ്ലാൻ ചെയ്തുണ്ടാക്കുന്നതാണ്. ഇനി നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി സ്പീഷ്യസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പോൾ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ അനിമൽസ് ഉണ്ടാകും. ഇനി ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തിൽ മാൻ മെയ്ഡാണ്, അതുകൊണ്ട് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മേജർ ക്രോപ്പ് പ്ലാന്റ്സ്. ഓക്കെ, നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരുപാട് പ്ലാന്റ്സ് ആയിരിക്കും ഇതിനകത്ത് വരിക. ദെൻ ജെനറ്റിക് ഡൈവേഴ്സിറ്റി. നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ ജെനറ്റിക് ഡൈവേഴ്സിറ്റി ഈസ് വെരി ഹൈ, അതായത് പല തരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടാകും. പക്ഷേ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തിൽ ജെനറ്റിക് ഡൈവേഴ്സിറ്റി ഈസ് വെരി ലോ, വളരെ കുറവായിരിക്കും. പിന്നെ സൺലൈറ്റ് ഈസ് ദ ഓൺലി എനർജി സോഴ്സ്. അപ്പോൾ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൻ്റെ മെയിൻ സോഴ്സ് അല്ലെങ്കിൽ ആകെയുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റാണ്. ഇനി ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തിൽ സൺലൈറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് എനർജി സോഴ്സ്. ഇനി നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ ഫുഡ് ചെയിൻസ് വളരെ ലോങ് ആൻഡ് കോംപ്ലക്സ് ആയിരിക്കും. ഫുഡ് ചെയിൻസ് ആർ ലോങ് ആൻഡ് കോംപ്ലക്സ്. ദെൻ മാക്സിമം ആൻഡ് എഫിഷ്യൻറ്റ് സൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസ് ആയിരിക്കും. അപ്പോൾ ഈ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ ന്യൂട്രിയൻറ്റ് സൈക്ലിംഗ് മാക്സിമം ആയിരിക്കും, അത് നല്ല എഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തിൽ ഇൻകംപ്ലീറ്റ് ന്യൂട്രിയൻറ്റ് സൈക്ലിംഗ് ആയിരിക്കും. അത് അവിടെയുള്ള ന്യൂട്രിയൻറ്റ് സൈക്ലിംഗ് അത്ര കംപ്ലീറ്റ് ആയിരിക്കില്ല, ഇൻകംപ്ലീറ്റ് ആയിരിക്കും. പ്രൊഡക്ടിവിറ്റി ഈസ് എക്സ്ട്രീംലി വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ എൻവറോൺമെൻറ്റ്. നമ്മുടെ എൻവറോൺമെൻറ്റിനെ ആശ്രയിച്ചായിരിക്കും നാച്ചുറൽ എക്കോസിസ്റ്റത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി. ഇനി പക്ഷേ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹൈ പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന രീതിയിലായിരിക്കും. ഇനി നാച്ചുറൽ എക്കോസിസ്റ്റം നാച്ചുറലി സസ്റ്റൈനബിൾ ആയിരിക്കും. പക്ഷേ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം നമുക്കൊരിക്കലും വീണ്ടും സസ്റ്റെയിൻ ചെയ്തെടുക്കാൻ അൺസസ്റ്റൈനബിൾ ആയിരിക്കും. ദീസ് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ എക്കോസിസ്റ്റം ആൻഡ് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം. ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ആൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ദ കോമ്പോസിഷൻ ഓഫ് ബയോളജിക്കൽ കമ്മ്യൂണിറ്റി. ഒന്നാമത്തെ കാര്യം എന്താണ്? ദ കോമ്പോസിഷൻ ഓഫ് ബയോളജിക്കൽ കമ്മ്യൂണിറ്റി. അപ്പോൾ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ്സ് സ്പീഷ്യസ്, ഒരുപാട് ജീവികളുണ്ടാകും, നമ്പേഴ്സ് ഉണ്ടാകും, ബയോമാസ്, ലൈഫ് ഹിസ്റ്ററി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ സ്പേസ്. all those constitute the biological community. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആൻ എക്കോസിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ കമ്പോസിഷൻ ഓഫ് ബയോളജിക്കൽ കമ്മ്യൂണിറ്റി. നെക്സ്റ്റ് പറയുന്നത് ദ ക്വാണ്ടിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നോൺ ലിവിങ് മെറ്റീരിയൽസ്. അപ്പോൾ നോൺ ലിവിങ് മെറ്റീരിയൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതായത് നോൺ ലിവിങ് മെറ്റീരിയൽസ് മീൻസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് എക്സെട്ര. നെക്സ്റ്റ് പറയുന്നു ദ റേഞ്ച് ഓഫ് കണ്ടീഷൻ ഫോർ എക്സിസ്റ്റൻസ് സച്ചസ് ടെമ്പറേച്ചർ, ലൈറ്റ്. അപ്പോൾ ടെമ്പറേച്ചർ, ലൈറ്റ് എക്സെട്ര ഇതൊക്കെ നമ്മുടെ എക്കോസിസ്റ്റത്തിലുണ്ട്. ദെൻ സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി ഓർഗനൈസേഷൻ ഓഫ് ദ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ്. പിന്നെ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻസ് ആണ്. അപ്പോൾ ഇതാണ് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ എക്കോസിസ്റ്റത്തിൽ കോമ്പോസിഷൻ ഓഫ് ബയോളജിക്കൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ദാറ്റ് മീൻസ് സ്പീഷ്യസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷ്യസ്, നമ്പേഴ്സ്, ബയോമാസ്, ലൈഫ് ഹിസ്റ്ററി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്പേസ്. Then there is a quantity and distribution on non-living materials also. That non-living materials like water and nutrients, different types of nutrients, etc. Then the range of condition for existence. There is a condition. അതായത് നമുക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള വെതർ കണ്ടീഷൻസ്, ലൈറ്റ് എക്സെട്ര, all those in the ecosystem. Then the structure of ecosystem is characterized by the organization of biotic and abiotic components അല്ലെങ്കിൽ ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻസ്. Then in other way we can say that the structure of ecosystem നമ്മൾ പറഞ്ഞു മെയിനായിട്ട് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിനുള്ളത്. അബയോട്ടിക്
and biotic. Abiotic means non-living, biotic means living things. Okay. ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് അവിടെ അബയോട്ടിക് തിങ്സ് അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുന്നത് സോയിൽ, വാട്ടർ, ലൈറ്റ്, ദെൻ ഇൻഓർഗാനിക് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആൻഡ് വെദർ. ഓൾ ദോസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ അബയോട്ടിക് ഓർ നോൺ ലിവിങ് തിങ്സ്. Then biotic or living things involves producers and consumers. Who is the producer? നമുക്കറിയാം, as per the ecosystem producer, all plants are producers of the ecosystem. അല്ലേ? നമുക്കറിയാം എന്താണ്, നമ്മുടെ ചെടികളാണ് അല്ലെങ്കിൽ മരങ്ങളാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. they prepare their own food in the presence of sunlight. The process is known as the photosynthesis. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് സസ്യങ്ങൾ സൂര്യൻ്റെ സൂര്യപ്രകാശം ഉപയോഗിച്ച്, ജലം ഉപയോഗിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അവർ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്, അതുപോലെ തന്നെ പിന്നെ ചെടികളുടെ പച്ചനിറം എന്ന് പറയുന്നത് അല്ലേ, അവരുടെ പച്ചനിറം കൊടുക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് അവർക്ക് ഭക്ഷണം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദേ ആർ ദ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഇവിടെ ലിവിങ് തിങ്സിൽ, ബയോട്ടിക് തിങ്സിൽ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ആണുള്ളത്. അപ്പോൾ ഹു ഈസ് ദ പ്രൊഡ്യൂസർ? All plants are the producers because they prepare their own food in the presence of sunlight and water. The process is known as the photosynthesis. Okay. Then who is the consumer? Consumers means the plants who eaten by the animals, all those animals, and they are the consumers. Okay. Not only the plants, then the plants are eaten by the animals like cow, rabbit, etc. അല്ലേ, cow, rabbit, etc. Cow, rabbit, etc. Then they are the primary consumers. Then they are eaten by the tiger and lion, etc. They are the secondary consumers. ഓക്കെ. അപ്പോൾ ഇതാണ് പ്രൊഡ്യൂസർ എന്താണ്, കൺസ്യൂമർ എന്താണെന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ അത് ജസ്റ്റ് അത് മാത്രം മനസ്സിലാക്കി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നീടത് പഠിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് സ്ട്രക്ചറാണ്, എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ. 1-2 ഡയഗ്രത്തിലൊക്കെ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിൻ്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് അബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സും ബയോട്ടിക് തിങ്സുമാണ്. അതായത് നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുന്നത് വാട്ടർ, സോയിൽ, ന്യൂട്രിയൻസ്, എക്സെട്ര. ബയോട്ടിക് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. ദെൻ ഇൻ അതർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത്തിരി ക്ലിയർ ആയിട്ട് പറയുന്നതാണ്. എക്കോസിസ്റ്റം ക്ലാസിഫൈഡ് ഇൻ ടു ലിവിങ് കമ്പോണൻസ് ഓർ ബയോട്ടിക് കമ്പോണൻസ്, നോൺ ലിവിങ് കമ്പോണൻസ് ഓർ അബയോട്ടിക് കമ്പോണൻസ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ലിവിങ് കമ്പോണൻസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. ഈ 3 പേര് ചേർന്നതാണ് ലിവിങ് കമ്പോണൻസ്. അപ്പോൾ ലിവിങ് കമ്പോണൻസ് ആരൊക്കെയാണ്? പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. ഓക്കെ. ദി നോൺ ലിവിങ് കമ്പോണൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ കമ്പോണൻസ്, കെമിക്കൽ കമ്പോണൻസ്, നമ്മൾ പറഞ്ഞ ന്യൂട്രിയൻസ്, വാട്ടർ, പിന്നെ സോയിൽ, ഓൾ ദോസ് കം അണ്ടർ ദ നോൺ ലിവിങ്, ജീവനില്ലാത്ത കമ്പോണൻസ്. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. ദീസ് 3 മെയിൻ ആർ ദ ലിവിങ് കമ്പോണൻസ്. ഇനി നമ്മൾ പറഞ്ഞു പ്രൊഡ്യൂസേഴ്സ് ആരാണെന്ന് പറഞ്ഞു, പ്ലാന്റ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഇനി കൺസ്യൂമേഴ്സ് ആരാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. കൺസ്യൂമേഴ്സിൻ്റെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ദേ ആർ ഹെർബിവയേഴ്സ് ഉണ്ട്, കാർണിവയേഴ്സ് ഉണ്ട്, ഒമ്നിവയേഴ്സ് ഉണ്ട്, ഡിട്രിവയേഴ്സ് ഉണ്ട്. ഓക്കെ. ഹെർബിവയേഴ്സ് എന്ന് വെച്ചാൽ ഓൾ ദോസ് ഈറ്റ് ദ പ്ലാന്റ്സ് ഉള്ളി, പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ജീവികളാണ് ഈ ഹെർബിവയേഴ്സ്. ഇനി കാർണിവയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കാർണിവയേഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് മീറ്റ് ചെയ്യും, ഫ്ലഷ് മീറ്റ് ചെയ്യുന്നതാണ് കാർണിവയേഴ്സ്. ഒമ്നിവയേഴ്സ് എന്ന് പറഞ്ഞാൽ
ഈറ്റൻ ഫിഷ് ഓൺലി ഫ്ലഷ് ഈറ്റ് ചെയ്യുന്നവരാണ് ഓംനിവയസ്. ഓക്കെ, ഇതാണ് എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ. ഇത്രയും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു സ്ട്രക്ചർ. അപ്പോൾ പല സ്ട്രക്ചർ ടീച്ചർ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളുടെ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്, ഫങ്ഷൻ ഓഫ് എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്, ഈ എക്കോസിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ആർ ദ സീം ടു ഫങ്ഷൻ ആസ് എ യൂണിറ്റ്. അപ്പോൾ ഇവർ തന്നെയാണ് ഈ ഓരോ ഫങ്ഷനും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് നടക്കുന്നത് ഈ 4 രീതിയിലാണ്. 1 പ്രൊഡക്ടിവിറ്റി, 2 ഡീകമ്പോസിഷൻ, 3 എനർജി ഫ്ലോ ആൻഡ് 4 ന്യൂട്രിയൻ സൈക്കിൾ. അപ്പോൾ ഈ 4 രീതിയിലാണ് എക്കോസിസ്റ്റത്തിൽ ഫങ്ഷൻ നടക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഈ 4 ഫങ്ഷൻസ് നടക്കുന്നത് ഈ 3 കമ്പോണൻസിലൂടെയാണ്, 3 ബയോട്ടിക് കമ്പോണൻസിലൂടെയാണ്. ദേ ആർ ദ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. ഇനി പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ മേക്ക് ദെയർ ഓൺ ഫുഡ്. അവർക്ക് ആവശ്യമുള്ള ഫുഡ് അവർ തന്നെ ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് അവരെ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആരൊക്കെയാണ് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം ആരാണ്? പ്ലാന്റ്സ് ആണ്, അല്ലേ? സോ ദേ ആർ ദ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ പ്ലാന്റ്സ് ആർ ദ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവരെ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കാനുള്ള കാരണം, ദേ മേക്ക് ദെയർ ഓൺ ഫുഡ്. ദ പ്രോസസ് ഈസ് നോൺ ആസ് ദ ഫോട്ടോസിന്തസിസ്. ദെൻ നെക്സ്റ്റ് കൺസ്യൂമേഴ്സ് ആണ്. എന്താണ് കൺസ്യൂമേഴ്സ് എന്ന് വെച്ചാൽ, ഈറ്റ് അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ്. അപ്പോൾ അവർ ഭക്ഷണമായിട്ട് മറ്റുള്ള ഓർഗാനിസംസിനെ ഭക്ഷിക്കുന്നവരാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൗവ്, റാബിറ്റ്, ദേ ആർ ഈറ്റൻ ബൈ ദ പ്ലാന്റ്സ്. ഓക്കെ, ദെൻ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്, ഡീകമ്പോസേഴ്സിൻ്റെ ഫങ്ഷൻസിൻ്റെ ഫലമായിട്ടാണ് ദേ ബ്രേക്ക് ഡൗൺ ഡെഡ് മെറ്റീരിയൽസ്. നമുക്കറിയാം ഡെഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഡ് അനിമൽസ് ആകാം, അല്ലേ? ഡെഡ് അനിമൽസ് ആകാം, അല്ലെങ്കിൽ ഡെഡ് ലീവ്സ് ആകാം. അപ്പോൾ ഇതൊക്കെ കിടന്ന് അഴുകി, അല്ലേ? അപ്പോൾ ഈ അഴുകൽ പ്രോസസ്സ് നടത്തുന്നത് ഈ പറയുന്ന ഡീകമ്പോസേഴ്സായ വോംസ്, ബാക്ടീരിയാസ് ഒക്കെയാണ്. ഇതൊക്കെ മനസ്സിലായല്ലോ. ഇതാണ് നമ്മളുടെ മെയിനായിട്ടുള്ള എക്കോസിസ്റ്റത്തിലുള്ള ഫങ്ഷൻ നടത്തുന്ന 3 ആളുകൾ: പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് വെച്ചാൽ ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്, സോ ദേ ആർ നോൺ ആസ് ദ പ്രൊഡ്യൂസേഴ്സ്. കൺസ്യൂമേഴ്സ് എന്ന് വെച്ചാൽ ഈറ്റ് അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ്. മറ്റുള്ളവരെ ഭക്ഷിക്കുന്നവരാണ് കൺസ്യൂമേഴ്സ്. പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞു. ഹെർബിവയേഴ്സ് ഉണ്ട്, കാർണിവയേഴ്സ് ഉണ്ട്, ഓംനിവയേഴ്സ് ഉണ്ട്. ദെൻ ഡീകമ്പോസേഴ്സ് എന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ ഡെഡ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ഡെഡ് അനിമൽസിനെ അഴുകി അത് മണ്ണോട് അലിഞ്ഞു ചേർന്നത് വരെ അതിൻ്റെ പ്രോസസ്സ് നടത്തുന്ന കമ്പോണൻസ് ആണ് ഈ പറഞ്ഞ worms, bacteria, fungus, etc. All those come under the decomposers. ഇനി നമുക്ക് ഒരു ഫുഡ് ചെയിൻ എന്താണെന്ന് നോക്കാം. ട്രോപ്പിക് ലെവൽസ് ഇൻ എ ഫുഡ് ചെയിൻ. അപ്പോൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്, ഒരു ഫുഡ് ചെയിനിൽ പ്രധാനമായിട്ടും ഈ 3 ആളുകളാണ് ഉള്ളത്. പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, കൺസ്യൂമേഴ്സ് ഉണ്ട്, ഡീകമ്പോസേഴ്സ് ഉണ്ട്. ഇവിടെ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി കൺസ്യൂമേഴ്സ് ഉണ്ട്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഉണ്ട്, ടെർഷറി ഉണ്ട്, ക്വറ്റേണറി കൺസ്യൂമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ, അറിയാം പ്രൊഡ്യൂസേഴ്സ് ആരാണെന്ന് അറിയാം. പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ്. ഇനി പ്ലാന്റ്സിനെ ഈറ്റ് ചെയ്യുന്ന റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ, ദേ ആർ ദ ഹെർബിവയേഴ്സ് അല്ലേ. ദെൻ ദേ ആർ ദ പ്രൈമറി കൺസ്യൂമേഴ്സ്. അപ്പോൾ പ്രൈമറി കൺസ്യൂമേഴ്സ് മീൻസ് ദ ഡയറക്റ്റ് ആയിട്ട് പ്ലാന്റ്സിനെ ഈറ്റ് ചെയ്യുന്ന എല്ലാ അനിമൽസും എന്താണ്, ഹെർബിവയേഴ്സ് ആണ്. ദേ ആർ ദ പ്രൈമറി കൺസ്യൂമേഴ്സ്. റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ, കൗവ്, ഗോട്ട്, they are come under the herbivores. They eat plants only, so they are known as the herbivores. They are the primary consumers. ഓക്കെ, ഇവരാണ് നേരിട്ട് പ്ലാന്റ്സിനെ
ഭക്ഷിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ദ സെക്കൻഡറി കൺസ്യൂമേഴ്സ്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഈ റാബിറ്റിനെയും ഗ്രാസ് ഹോപ്പറിനെയും ഒക്കെ കഴിക്കുന്ന, അതായത് പ്ലാന്റ്സ് കഴിക്കുന്ന അനിമൽസിനെ കഴിക്കുന്ന ആളുകളാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പാമ്പ് അങ്ങനെയുള്ളവരൊക്കെ. ദെൻ ദേ ആർ ദ കാർണിവയസ്. ഓക്കെ, ദെൻ ട്രഷറി കൺസ്യൂമേഴ്സ് എന്ന് വെച്ചാൽ ഈ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ഈറ്റ് ചെയ്യുന്ന ആളുകളാണ് ടെർഷറി കൺസ്യൂമേഴ്സ്. ദേ ആർ ദ ഓംനിവേഴ്സ്. ഫോർ എക്സാമ്പിൾ ഔൾ, ഈഗിൾ എക്സെട്ര. പാമ്പിനെയൊക്കെ കൊത്തിക്കൊണ്ടുപോയില്ലേ ഈഗിളൊക്കെ. ദെൻ ഡീകമ്പോസേഴ്സ്. ഡീകമ്പോസേഴ്സ് എന്താണെന്ന് നമ്മളിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് ഡൗൺ ഡെഡ് മെറ്റീരിയൽസ്. ഡെഡ് അനിമൽസ് ആണെങ്കിലും ഡെഡ് മെറ്റീരിയൽസ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് ദാറ്റ് ബ്രേക്ക് ഡൗൺ ഇൻ ടു small parts and they decaying into soil. So this process is done by the bacteria, fungus, worms, etc. So they are the decomposers. ഇതാണ് ഒരു ഫുഡ് ചെയിൻ്റെ ട്രോപ്പിക് ലെവൽസ്. ഫുഡ് ചെയിൻ്റെ 3 ലെവൽസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നമുക്ക് ഒന്നും കൂടി ഡീകമ്പോസേഴ്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിക്ചർ കൂടുതൽ കാണിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡെഡ് അനിമൽസ് അല്ലെങ്കിൽ ഡെഡ് മെറ്റീരിയൽസിനെ ബ്രേക്ക് ഡൗൺ പാർട്സ് ആക്കി നമ്മുടെ സോയിലിലേക്ക് അലിയിക്കുന്ന ഈ ഓർഗാനിസംസിനെയാണ് നമ്മൾ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വൂംസ്, മഷ്റൂംസ്, ഇൻസെക്ട്സ്, ബാക്ടീരിയാസ്, ഫംഗസ്, ഇതൊക്കെ എന്താണ് ഡീകമ്പോസേഴ്സ് ആണ്. ഓക്കെ, ഇത്തിരി ക്ലിയർ ആയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറയുന്നുണ്ട്. ഡീകമ്പോസേഴ്സ് ദ ഓർഗാനിസം ദാറ്റ് കൺസ്യൂം ഡെഡ് ഓർ ഡീക്കേയിങ് ഓർഗാനിസംസ്. അപ്പോൾ ഈ ഡീകമ്പോസേഴ്സുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഡെഡ് അനിമൽസോ അല്ലെങ്കിൽ ഡീക്കേയിങ് ഓർഗാനിസംസോ ആണ്. ആൻഡ് ദേ ആക്ട് ആസ് ദ ക്ലീനേഴ്സ് ഓഫ് ദ എൻവിറോൺമെൻറ്റ്. നമ്മുടെ എൻവിറോൺമെൻറ്റിലെ ക്ലീനേഴ്സ് ആണ് ഇവരെന്ന് പറയാം. അതായത് എൻവിറോൺമെൻറ്റിന് എന്താ പറയുക, എൻവിറോൺമെൻറ്റിന് ആവശ്യമില്ലാത്തതിനെ പാർട്സ് ആക്കിയിട്ട് അതിനെ മണ്ണിൽ അലിയിപ്പിക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് ഇവർ തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ദേ ആർ ദ ക്ലീനേഴ്സ് ഓഫ് ദ എൻവിറോൺമെൻറ്റ്. ഇനി ഡീകമ്പോസേഴ്സ് ആക്ച്വലി ലീവ് ഓൺ ദെയർ ഫുഡ്. അപ്പോൾ ഡീകമ്പോസേഴ്സ് ജീവിക്കുന്നത് ഫുഡിന് വേണ്ടിയിട്ടാണ്. പ്രൈമറി ഡീകമ്പോസേഴ്സ് ആർ നമ്മൾ പറഞ്ഞു പ്രൈമറി ഡീകമ്പോസേഴ്സ് ആർ ബാക്ടീരിയ, ഫംഗസ്. കൂടാതെ ഈ വോംസ്, മഷ്റൂംസ്, ഇൻസെക്ട്സ്, all those come under the decomposers. ഓക്കെ, അപ്പോൾ ഡീകമ്പോസേഴ്സ് എന്ന് വെച്ചാൽ decomposers are the organism that consume the dead or decaying organisms and they act as the cleaners of the environment. ഓക്കെ, ഇത് ഒന്നും കൂടി നമ്മളുടെ എക്കോസിസ്റ്റത്തിനെ വിവരിച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അത്രയും മനസ്സിലാക്കാനും കൂടിയൊക്കെയാണ്. പിക്ചർ ഓറിയൻറ്റഡ് ആകുമ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാക്കുമല്ലോ. ദെൻ ഇവിടെ നോക്കിയാൽ പ്രൊഡ്യൂസർ ആരാണ്? ഈ പ്ലാന്റ് ആണ് പ്രൊഡ്യൂസർ അല്ലേ. അപ്പോൾ ഇവിടെ പെർസെപ്ഷൻ നടക്കുന്നത് എങ്ങനെയാണ് പെർസെപ്ഷൻ നടക്കുന്നത്? പ്ലാന്റ്സ് ഓക്സിജൻ നമുക്ക് പുറത്തേക്ക് വിടുന്നു. ദെൻ ദേ അബ്സോർബ് ദി കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഈ പ്രൊഡ്യൂസറിൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെയിൻ സോഴ്സ് ഓഫ് എനർജിയാണ് നമ്മളിവിടെ കാണുന്ന സൺ എന്ന് പറയുന്നത് സൺലൈറ്റ്. ഓക്കെ, ദെൻ നമ്മൾ താഴേക്ക് പോരുന്തോറും നോക്കുക. പ്രൊഡ്യൂസർ produce their own food and they are eaten by the rabbit. അപ്പോൾ നമ്മൾ പറയുന്ന ഈ plants are eaten by the rabbit. They are the primary consumers, that is rabbit. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് റാബിറ്റ് ആണ്. ഇനി റാബിറ്റ് ആർ ഈറ്റൻ ബൈ ദ ഫോക്സ് അല്ലേ. റാബിറ്റിനെ ആരാ തിന്നുന്നത്? ഫോക്സ് ആണ്. ദെൻ ഫോക്സ് ഈസ് ദ സെക്കൻഡറി കൺസ്യൂമർ. പിന്നെ നോക്കൂ, പിന്നെ വാട്ടർ ഉണ്ട്. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ അബയോട്ടിക് കമ്പോണൻറ്റ്. ദെൻ നെക്സ്റ്റ് മിനറൽ ന്യൂട്രിയൻസ്. അപ്പോൾ ദ മിനറൽ ന്യൂട്രിയൻസ് ആർ അബ്സോർബ് ബൈ ദി അപ്പോൾ മിനറൽ ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ ഓൾ ദീസ് കം അണ്ടർ ദ abiotic component. These are absorbed by the decomposers. That means the worms, bacteria and fungus, all those come under the decomposers. Okay,
ദെൻ എനർജി ഫ്ലോ ഇൻ എക്കോസിസ്റ്റം. നമ്മുടെ എക്കോസിസ്റ്റത്തിൽ എനർജി എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? അപ്പോൾ എനർജി റോൾ ഓഫ് എൻ ഓർഗാനിസം ഈസ് ദാറ്റ്. അപ്പോൾ നമ്മുടെ എനർജി ഫ്ലോ ചെയ്യുന്ന ഈ 3 ആളുകളിലൂടെയാണ്: പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. ഇനി പ്രൊഡ്യൂസേഴ്സ് ആർ ദ സോഴ്സ് ഓഫ് ഓൾ ദ ഫുഡിൻ്റെ, നമ്മുടെ എക്കോസിസ്റ്റത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുഡിൻ്റെ സോഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇനി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്: ഹെർബിവയേഴ്സ്, കാർണിവയേഴ്സ്, ഒമ്നിവയേഴ്സ് ആൻഡ് സ്കാവെഞ്ചേഴ്സ്. അപ്പോൾ ഡീകമ്പോസേഴ്സ് റിട്ടേൺ, ഇനി പറയുന്നത് ഡീകമ്പോസേഴ്സ് ആണ്. റിട്ടേൺ ന്യൂട്രിയൻസ് ടു ദ എൻവറോൺമെൻറ്റ്. അപ്പോൾ നമ്മുടെ എൻവറോൺമെൻറ്റിലെ ന്യൂട്രിയൻസ് അവിടെ തന്നെ എത്തിക്കുന്നത് ആരാണ്? നമ്മുടെ ഡീകമ്പോസേഴ്സ് ആണ്. വേർ ദേ ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ, എന്നാൽ മാത്രം നമുക്കത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ എ ഫുഡ് വെബ്. ഫുഡ് വെബ് ഷോസ് ഫീഡിങ് റിലേഷൻഷിപ്പ്. ഇതാണ് നമ്മൾ ഫുഡ് വെബ് പറഞ്ഞില്ലേ, ഫീഡിങ് റിലേഷൻഷിപ്പ്. ഇതൊരു ഫീഡിങ് റിലേഷൻഷിപ്പാണ്. പിന്നെ ടീച്ചർ ഇതിന് മുന്നേ പറഞ്ഞല്ലോ, കണ്ട, ഇത് ഒരു ഫീഡിങ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈ ഫീഡിങ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അറ്റ് ഈച്ച് ലെവൽ ഇൻ എനർജി പിരമിഡ് ദർ ഈസ് ലെസ് അവൈലബിൾ എനർജി ദാൻ അറ്റ് ദ ലെവൽ ബിലോ. അതായത് ഓരോ ലെവൽ എനർജി പിരമിഡിലും ലെസ് അവൈലബിൾ എനർജി ആയിരിക്കും ദാൻ അറ്റ് ദ ലെവൽ ബിലോ. അതായത് താഴത്തേനേക്കാളും നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഹെർബിവയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമേഴ്സ് ആർ ഈറ്റൻ ബൈ ദ പ്ലാന്റ്സ്. അപ്പോൾ സോ ലെസ് അവൈലബിൾ എനർജി ദാൻ അറ്റ് ലെവൽ ബിലോ. പിന്നേക്ക് പോകും തോറും അവിടെ എന്തായിരിക്കും? എനർജി ലെവൽ കുറവായിരിക്കും. ഓക്കെ. ദെൻ ഇനി നമ്മൾ പറയുന്നത് എന്താണ് ഇക്കോളജിക്കൽ സക്സഷൻ? എന്താണ് ഇക്കോളജിക്കൽ സക്സഷൻ? A community is a group of interacting species living in the same location. അപ്പോൾ ഇവിടെ ഇക്കോളജിക്കൽ സക്സഷന് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് എ ഗ്രൂപ്പ് ഓഫ് സ്പീഷ്യസ് ഇൻറ്ററാക്റ്റിംഗ് ഇൻ ദ സെയിം ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ എന്താ പറയുക, കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ജീവികൾ നമ്മളുടെ എൻവറോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവർ ജീവിതം കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി ഇക്കോളജിക്കൽ സക്സഷൻ ഈസ് റിലേറ്റഡ് ടു ദ കമ്മ്യൂണിറ്റി. ഇനി എന്താണ് ഇക്കോളജിക്കൽ സക്സഷൻ? ഇക്കോളജിക്കൽ സക്സഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എക്കോസിസ്റ്റം ചേഞ്ച് ആൻഡ് ഡെവലപ്പ് ഓവർ ടൈം. അപ്പോൾ ഇക്കോളജിക്കൽ സക്സഷനിൽ എക്കോസിസ്റ്റം ചേഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യുന്നു. ഓരോ സമയത്തും അവരെന്ത് ചെയ്യുന്നു? അവരുടെ എക്കോസിസ്റ്റം ചേഞ്ച് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഡ്യൂറിങ് സക്സഷൻ പ്ലാൻസ് അനിമൽസ് ആൻഡ് അതർ ഓർഗാനിസം സ്പീഷ്യസ് ആർ റിപ്ലേസ്ഡ് വിത്ത് ഡിഫറെൻറ്റ് സ്പീഷ്യസ്. അതായത് ഇപ്പോൾ ചില ജീവികൾ എന്ത് ചെയ്യുക? ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്ത് പോവുക. ദെൻ അപ്പോൾ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ആ ജീവികൾ കൂടേറുമ്പോൾ അല്ലെങ്കിൽ ചേക്കേറുമ്പോൾ, അപ്പോൾ ആ ജീവികൾ നിലനിൽക്കുന്ന സ്ഥലത്ത് വേറെ ജീവികൾ അവിടെ താമസിക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് ദ ഇക്കോളജിക്കൽ സക്സഷൻ. അപ്പോൾ എന്താണ് ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ എക്കോസിസ്റ്റത്തിൽ ചേഞ്ച് ആൻഡ് ഡെവലപ്പ് ഓവർ ടൈം. എപ്പോഴും എക്കോസിസ്റ്റത്തിൽ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഡ്യൂറിങ് ദ സക്സഷൻ പ്ലാൻസ്, അപ്പോൾ അവരുടെ സക്സഷൻ്റെ ഫലമായിട്ട് അത് പ്ലാന്റ്സ് ആയിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, ആൻഡ് അതർ ഓർഗാനിസംസ് ആയിക്കോട്ടെ, ദേ റിപ്ലേസ്ഡ് വിത്ത് ഡിഫറെൻറ്റ് സ്പീഷ്യസ്. പല ജീവികൾ ഇങ്ങനെ വന്നുകൊണ്ട്, അപ്പോൾ ഈ ജീവികൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വേറെ ജീവികൾ ഇവർ താമസിച്ച സ്ഥലത്തേക്ക് വന്ന് അങ്ങനെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ദേ ആർ റിപ്ലേസ്ഡ് വിത്ത് ഡിഫറെൻറ്റ് സ്പീഷ്യസ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഇക്കോളജിക്കൽ സക്സഷൻ. ഓക്കെ. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണിക്കുന്നുണ്ട് ഇക്കോളജിക്കൽ സക്സഷൻ. ഇത് കണ്ടോ? അപ്പോൾ അവർ പ്ലേസ് മാറി വേറെ സ്ഥലത്തേക്ക് ഡെവലപ്പ് ആവുന്നു. അപ്പോൾ ചില പ്ലാന്റ്സൊക്കെ കണ്ടിട്ടുണ്ടെന്ന്, ചില പ്ലാന്റ്സൊക്കെ നമ്മളുടെ പറമ്പിൽ തന്നെ കുറേ നാളായിട്ട് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആയിരിക്കും, പിന്നെ അതിനെ കാണില്ല അല്ലേ? പിന്നെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ വേറെ സ്ഥലത്ത് കൂടുതലായിട്ട് ഉണ്ടാകാം. അപ്പോൾ ദാറ്റ് ഈസ് നോൺ ആസ് ദ ഇക്കോളജിക്കൽ സക്സഷൻ. അപ്പോൾ ദേ ആർ റീപ്ലേസ്ഡ് വിത്ത് ഡിഫറെൻറ്റ് പ്ലേസസ്. പല സ്ഥലത്തേക്ക് അവർ റിപ്ലേസ് ചെയ്യുന്നു. ദെൻ വേറെ പ്ലാന്റ്സുകൾ അതിങ്ങനെ ഓരോ ജീവികളും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് ദ ഇക്കോളജിക്കൽ സക്സഷൻ. നമുക്ക് വി ക്യാൻ സേ ദാറ്റ് ഇക്കോളജിക്കൽ സക്സഷൻ ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് ദ ഇക്കോളജിക്കൽ സിസ്റ്റം ടെൻസ് ടു ചേഞ്ച് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അവരുടെ എക്കോസിസ്റ്റം
ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇക്കോളജിക്കൽ സക്സഷൻ്റെ കോസസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ കോസ്, എക്സിസ് കോസ്, സ്റ്റെബിലൈസേഷൻ കോസ്. ഇനി എന്താണ് ഇനീഷ്യൽ കോസ് എന്ന് പറയുന്നത്? ഇങ്ങനെ റിപ്ലേസ് ചെയ്യാനുള്ള കാരണം ഒന്ന് ക്ലൈമാറ്റിക് കോസസ് ആയിരിക്കാം. ക്ലൈമാറ്റ്, അതായത് നമ്മുടെ ക്ലൈമറ്റിലുണ്ടാകുന്ന വേരിയേഷൻസ്, വിൻഡ്, ഫയർ, ഇറോഷൻ, അങ്ങനെയുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസ് മൂലം അവർ വേറൊരു സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്യാം. രണ്ട്, ബയോട്ടിക് കോസസ്. ബയോട്ടിക് കോസസ് മീൻസ് ആക്ടിവിറ്റീസ് ഓഫ് ലിവിങ് ക്രീച്ചേഴ്സ്. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ആക്ടിവിറ്റീസ് മൂലമാകാം. അപ്പോൾ അതാണ് ഇനീഷ്യൽ കോസ്. ഒന്ന് ക്ലൈമാറ്റിക്കിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആകാം, അല്ലെങ്കിൽ ബയോട്ടിക് ജീവജാലങ്ങളുടെ ആക്ടിവിറ്റീസ് കൊണ്ടാകാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഇക്കോളജിക്കൽ സക്സഷൻ സംഭവിക്കാം. ഇനി എക്സിസ് കോസ് എന്ന് പറയുന്നത് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മൈഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവികൾ കൂട്ടത്തോടെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുക, അതാണ് മൈഗ്രേഷൻ. ദെൻ കോമ്പറ്റീഷൻ ആൻഡ് അഗ്രഗേഷൻ. ഓൾ ദീസ് ത്രീ, മൈഗ്രേഷൻ, കോമ്പറ്റീഷൻ ആൻഡ് അഗ്രഗേഷൻ, ഇതാണ് എക്സിസ് കോസിൽ വരുന്നത്. ദെൻ സ്റ്റെബിലൈസേഷൻ കോസസ്. സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ സ്റ്റെബിലൈസേഷൻ കോസിനുള്ള കാരണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ ഇക്കോളജിക്കൽ സക്സഷൻ നടക്കുന്നത് ഈ ക്ലൈമാറ്റിക് ചേഞ്ച് ഒക്കെ ഉണ്ടാകുമ്പോൾ, പിന്നെ ആക്ടിവിറ്റീസ്, നമ്മുടെ ലിവിങ് ക്രീച്ചേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാട്ടിലൊക്കെ താമസിക്കുന്ന ജീവികളാണെങ്കിൽ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് പുലികളോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഈ ജീവജാലങ്ങൾ എന്ത് ചെയ്യും? വേറൊരു സുരക്ഷിതമായൊരു സ്ഥലം വേറെ കണ്ടുപിടിക്കും. അതേപോലെ തന്നെ ക്ലൈമാറ്റിക് വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ കാറ്റ് വന്ന് ഇവരുടെ കൂട് തകർന്നു പോയാൽ അവർ വേറൊരു സുരക്ഷിതമായിട്ടുള്ള പ്ലേസ്. അപ്പോൾ ഇങ്ങനെ അവർ എപ്പോഴും അവർ റിപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇക്കോളജിക്കൽ സക്സഷൻ. അപ്പോൾ ചേഞ്ചിങ് ആണ് ഇവിടെ, അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കോളജിക്കൽ സക്സഷനിൽ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് എന്താണ്? പ്രധാനമായിട്ട് നമ്മൾ പറയാൻ പറ്റുന്നത് ക്ലൈമാറ്റിക് വേരിയേഷൻസ് ആണ്, അല്ലേ? ഇപ്പോൾ കാട്ടിലൊക്കെ ആണെങ്കിൽ കാട്ടുതീ മൂലമോ അല്ലെങ്കിൽ നമ്മളുടെ കാറ്റ്, മഴ, അമിതമായിട്ടുള്ള ഇതൊക്കെ മൂലം നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ജീവജാലങ്ങൾ അവരുടെ താമസ സ്ഥലം മാറാം. അപ്പോൾ അതുകൊണ്ടാണ് ഇക്കോളജിക്കൽ സക്സഷൻ്റെ 3 കോസസ്: ഇനീഷ്യൽ കോസ്, എക്സിസ് കോസസ്, സ്റ്റെബിലൈസേഷൻ കോസസ്. പ്രധാനമായിട്ട് ക്ലൈമറ്റ് വേരിയേഷനാണ് ഇവരെ അഫക്റ്റ് ചെയ്യുന്നത്. ഇനി സക്സഷൻ 2 രീതിയിലുണ്ട്: പ്രൈമറി സക്സഷൻ ആൻഡ് സെക്കൻഡറി സക്സഷൻ. ഇനി പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഏരിയ ദാറ്റ് ഹാവ് നോട്ട് സപ്പോർട്ടഡ് കമ്മ്യൂണിറ്റി ബിഫോർ ഓർ നോ ലൈഫ് എക്സിസ്റ്റ് എനിമോർ. അപ്പോൾ പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സക്സഷൻ നടക്കുന്നത് ദാറ്റ് ഹാവ് നോട്ട് സപ്പോർട്ടഡ് കമ്മ്യൂണിറ്റി ബിഫോർ ഓർ നോ ലൈഫ് എക്സിസ്റ്റ് എനിമോർ. അതായത് പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യാതൊരു ജീവജാലങ്ങളും ഇതുവരെയും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ളൊരു പ്ലേസിൽ അവരവിടെ താമസിച്ച് അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ പറയുന്ന പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി സക്സഷൻ എന്ന് പറഞ്ഞാൽ ടേക്സ് പ്ലേസ് ഇൻ ആൻ ഏരിയ ദാറ്റ് ഹാഡ് വൺസ് സപ്പോർട്ടഡ്. ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു, അവർ വേറൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്തതാണ്. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു എക്കോസിസ്റ്റം ഉണ്ട്. സോ ദിസ് ഈസ് ദ സെക്കൻഡറി സക്സഷൻ. പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ മോർ കമ്മ്യൂണിറ്റീസ് ദെയർ. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതാണ് പ്രൈമറി സക്സഷൻ. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കാടെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കാടെന്ന് പറഞ്ഞാൽ വളരെ മരങ്ങളൊക്കെ നിറഞ്ഞതാണ്. ദെൻ കുറച്ച് കൃഷിക്കാർ കാട്ടിലെ കുറച്ച് സ്ഥലം വെട്ടിത്തെളിച്ച് അവർ കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി. സോ ദിറ്റ് ഈസ് ദ പ്രൈമറി സക്സഷൻ. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ദേ ഹാവ് നോ സപ്പോർട്ടഡ് കമ്മ്യൂണിറ്റി ബിഫോർ നോ ലൈഫ് എക്സിസ്റ്റ്. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, അവരാണ് എല്ലാം ഉണ്ടാക്കിയത്. അത് പ്രൈമറി സക്സഷനാണ്. ദെൻ സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത് അത് കൃഷി ചെയ്തു. ദെൻ കൃഷി ചെയ്തതിന് ശേഷം അവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവർ കൃഷി ചെയ്ത സ്ഥലം അവിടെ ഉണ്ട്. ദെൻ ദാറ്റ് ഈസ് എ സെക്കൻഡറി
ദറ്റ് ഈസ് എ സെക്കൻഡറി സക്സഷൻ. അവിടെ എന്തുണ്ട്, അതായത് ആ ഒരു ഏരിയയിൽ ദാറ്റ് ഹാഡ് വൺ സപ്പോർട്ടഡ് കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻ കേസ് ഓഫ് ലിവിങ് ഓർഗാനിസം പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞാൽ they are the first time they have not supported the community before there no life exists. So it is the primary succession. Then secondary succession എന്ന് പറഞ്ഞാൽ secondary successionൽ സെക്കൻഡറി സക്സഷനിൽ എന്താ പറയുന്നത്, it takes place in an area that had a once supported community. അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു അല്ലേ, അവിടെ ഒരു കമ്മ്യൂണിറ്റി ഓൾറെഡി ഉണ്ടായിരുന്നു. അതാണ് അവിടെ സെക്കൻഡറി സക്സഷനിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത്, നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഫുഡ് ചെയിൻ ആണ്. എന്താണ് ഫുഡ് ചെയിൻ നോക്കാം. എന്താണ് ഫുഡ് ചെയിൻ, എന്താണ് നേരത്തെ പറഞ്ഞതാണ് ഫുഡ് ചെയിൻ. ഫുഡ് ചെയിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യം പ്രൊഡ്യൂസേഴ്സാണ് അല്ലേ. ഫുഡ് ചെയിന് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, പ്രൊഡ്യൂസേഴ്സിൽ നിന്നാണ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്. പ്രൊഡ്യൂസർ എന്ന് പറയാനുള്ള കാരണം എന്താണ്, ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ആണ് ഇവിടെ ഗ്രാസ്. ദെൻ ഗ്രാസ് ആർ ഈറ്റൻ ബൈ ദ പ്രൈമറി കൺസ്യൂമേഴ്സ്. ഗ്രാസ് ഇവിടെ കഴിക്കുന്നതാണ് ഗ്രാസ് ഹോപ്പർ ആണ്. ഗ്രാസ് ഹോപ്പർ ഈസ് ദ പ്രൈമറി കൺസ്യൂമർ. ദെൻ ഗ്രാസ് ഹോപ്പേഴ്സ് ആർ ഈറ്റൻ ബൈ ദ മൈസ് or rabbit, they are the secondary consumer. Then mice are eaten by the snake, it is the tertiary consumer. Then the final consumer is the hawk അല്ലെങ്കിൽ ഈഗിൾ ടൈപ്പിലുള്ള ഒന്നാണ് ഹോക്ക് എന്ന് പറയുന്നത്. Then hawk is the final consumer. Then ഈ ഹോക്ക് അത് ഡെഡായി കഴിയുമ്പോൾ ആ ഡെഡ് അനിമലായ ഹോക്കിനെ ബ്രേക്ക് ഡൗൺ പാർട്സ് ആക്കി മാറ്റുന്നതാണ് നമ്മളുടെ ഫംഗീസ്, മഷ്റൂംസ്, ബാക്ടീരിയാസ്, വോംസ്. ദേ ആർ നോൺ ആസ് ദ ഡീകമ്പോസേഴ്സ്. ഇതാണ് നമ്മളുടെ ഒരു ഫുഡ് ചെയിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ്, primary consumer, secondary consumer, tertiary consumer and final consumer, and they dead parts, they become dead animal, it broken down into fungi, bacteria, mushrooms, worms, etc. They are known as the decomposers. It is the food chain. Okay, ഇനി നമ്മൾ പറയുന്ന ടൈപ്സ് ഓഫ് ഫുഡ് ചെയിൻ ഉണ്ട്. ഫുഡ് ചെയിൻ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഉണ്ട്, ഡിട്രീറ്റസ് ഫുഡ് ചെയിൻ ഉണ്ട്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് പ്രിഡേറ്ററി ഫുഡ് ചെയിൻ ആൻഡ് പാരാസിറ്റിക് ഫുഡ് ചെയിൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഒരു ഫുഡ് വെബ് എന്താണ്. എ സിമ്പിൾ ഫുഡ് വെബ് എന്താണെന്ന് നോക്കാം. ഒരു സിമ്പിൾ ഫുഡ് വെബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഈ ഫുഡ് വെബ് എങ്ങനെ നടക്കുന്നത്. ഗ്രാസ് ആണ് പ്രൊഡ്യൂസേഴ്സ്. ഗ്രാസ് ആർ ഈറ്റൻ ബൈ ദ കാറ്റർപില്ലർ അല്ലേ. കാറ്റർപില്ലർ നമുക്ക് പലത് പറയാം. ഗ്രാസ് ഈറ്റൻ ചെയ്യുന്ന ഏതൊരു ജീവനം വെച്ചിട്ട് ഇത് പറയാം കേട്ടോ. ഇത് തന്നെ പറയണമെന്നില്ല. ഇപ്പോൾ ഗ്രാസ് ഈസ് ഈറ്റൻ ബൈ ദ കാറ്റർപില്ലർ. കാറ്റർപില്ലറിനെ ഈറ്റ് ചെയ്യുന്ന ഫ്രോഗിനെ ഈറ്റ് ചെയ്യുന്ന സ്നേക്ക്. അറ്റ് എ ടൈം ഫ്രോഗിനെയും ഈറ്റ് ചെയ്യുന്ന ഹോക്ക്, സ്നേക്കിനെയും ഈറ്റ് ചെയ്യുന്ന ഹോക്ക്. ദെൻ ഇപ്പുറത്തെ നോക്കിയേ, ഇപ്പുറത്തെ സൈഡിൽ കൂടെ നോക്കിയേ. ഗ്രാസ് ആർ ഈറ്റൻ ബൈ ദ റാറ്റ് ഈസ് ഈറ്റൻ ബൈ ദ സ്നേക്ക് ആൻഡ് റാറ്റ് ഈസ് ഓൾസോ ഈറ്റൻ ബൈ ദ ഹോക്ക്. കണ്ട, അപ്പം ഇതിനെയാണ് ഒരു ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഗ്രാസിനെ കഴിക്കുന്ന കാറ്റർപില്ലറിനെ കഴിക്കുന്ന ഫ്രോഗിനെ കഴിക്കുന്ന ഹോക്ക്. അറ്റ് എ ടൈം ഫ്രോഗിനെ കഴിക്കുന്ന സ്നേക്കിനെ കഴിക്കുന്ന ഹോക്ക്. ദെൻ
ദെൻ അതേപോലെ തന്നെ ഗ്രാസിനെ കഴിക്കുന്ന റാറ്റിനെ കഴിക്കുന്ന സ്നേക്ക്. ഇതാണ് ഒരു സിമ്പിൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, ഫുഡ് വെബ്. ഇനി നമ്മൾ പറയുന്ന ഫുഡ് ചെയിനും ഫുഡ് വെബും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾ ഫുഡ് ചെയിൻ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചു, ഇത് ഫുഡ് വെബാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഫുഡ് ചെയിനും ഫുഡ് വെബും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. ഇനി ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് സിംഗിൾ ലീനിയർ പാത്വേ ആണ്. അപ്പോൾ നമ്മളിവിടെ കാണിച്ചില്ലേ, ഫുഡ് ചെയിൻ സിംഗിൾ ലീനിയർ ആണ്. ഇതൊരു സിംഗിൾ ലീനിയർ ആണ്, നമ്മളിവിടെ പറഞ്ഞില്ലേ. ഇതൊരു ഫുഡ് ചെയിൻ ആണ്. അപ്പോൾ ഫുഡ് ചെയിൻ എന്താണ്? സിംഗിൾ ലീനിയർ ആണ്. സിംഗിൾ ലീനിയർ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരാണ്. ആദ്യം പ്ലാന്റ്സിനെ കഴിക്കുന്ന റാബിറ്റിനെ കഴിക്കുന്ന പാമ്പിനെ കഴിക്കുന്ന ഔൾ. ഓക്കെ, ഇതാണ് ഫുഡ് ചെയിൻ. ഇതൊരു സിംഗിൾ ലീനിയർ ആണ്. ഓക്കെ, സിംഗിൾ ലെയർ ആയിട്ടാണ് ഇത് പോകുന്നത്. പക്ഷേ ഫുഡ് വെബ് അങ്ങനെയല്ല. ഫുഡ് വെബ് എങ്ങനെയാണ് നോക്കിയേ? ഫുഡ് വെബ് പോകുന്നത് നോക്കിയേ. ഗ്രാസ് ഈറ്റ് ചെയ്യുന്ന കാറ്റർപില്ലറിനെ കഴിക്കുന്ന ഫ്രോഗിനെ കഴിക്കുന്ന തവളനെ കഴിക്കുന്ന ഹോക്ക്. അറ്റ് എ ടൈം പുല്ല് തിന്നുന്ന റാറ്റിനെ കഴിക്കുന്ന പാമ്പിനെ കഴിക്കുന്ന ഹോക്ക്. അപ്പോൾ ഇതാണ്, അത് സിംഗിൾ ലെയർ അല്ല, നോട്ട് എ സിംഗിൾ ലെയർ. അപ്പോൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് സിംഗിൾ ലെയർ പാത്വേ ആണ്. പക്ഷേ ഫുഡ് വെബ് എന്ന് പറയുന്നത് ഇറ്റ് മേഡ് സെവറൽ ഇൻ്റർ കണക്റ്റിംഗ് പാത്വേ. പല പാത്വേസ് ഉണ്ടാകും ഫുഡ് വെബിന്. ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ? പല പാത്വേ, പല രീതിയിലുള്ള പ്രോസസ്സ് നടക്കുന്നതാണ് ഫുഡ് വെബ്. പക്ഷേ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഒറ്റ ലീനിയർ പാത്വേ ഉള്ളൂ. ഓക്കെ, ഇനി ഐസൊലേറ്റഡ് ഫുഡ് ചെയിൻ ഡിക്രീസ് സ്റ്റെബിലിറ്റി ഓഫ് ദി ഇക്കോളജിക്കൽ കമ്മ്യൂണിറ്റി. ഇനി ഐസൊലേറ്റഡ് ഫുഡ് ചെയിൻ ആണെങ്കിൽ അത് നമ്മളുടെ ഇക്കോളജിയുടെ സ്റ്റെബിലിറ്റീനെ കുറയ്ക്കും. ഇനി വൺ ഇൻഡിവിജ്വൽ ഓക്കുപ്പൈസ് വൺ ട്രോപ്പിക് ലെവൽ ഉള്ളി. ഇപ്പോൾ ഫുഡ് ചെയിനിൽ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അത് ഒരു ട്രോപ്പിക് ലെവലെ മാത്രമേ ഉൾക്കൊള്ളുള്ളൂ. പിന്നെ ലെസ് അഡാപ്റ്റീവ് ആണ്. ഫുഡ് ചെയിനിൽ എന്താണ്? അഡാപ്റ്റേഷൻ കുറവാണ്. ഇനി ഫുഡ് വെബ് നോക്കിയേ, മോർ കോംപ്ലക്സ് ഫുഡ് വെബ് ഇൻക്രീസസ് ദ സ്റ്റെബിലിറ്റി. അപ്പോൾ ഫുഡ് ചെയിൻ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യും, പക്ഷേ ഫുഡ് വെബ് അങ്ങനെയല്ല, ഇൻക്രീസ് ദ സ്റ്റെബിലിറ്റി. നമ്മുടെ ഇക്കോളജിക്കൽ കമ്മ്യൂണിറ്റിയിൽ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാണ് ഫുഡ് വെബ്. പക്ഷേ ഇക്കോളജിക്കൽ കമ്മ്യൂണിറ്റിയിൽ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ഫുഡ് ചെയിനിൽ. ഇനി വൺ ഇൻഡിവിജ്വൽ ഓക്കുപ്പൈസ് മെനി ട്രോപ്പിക് ലെവൽസ് ആണ് ഫുഡ് വെബിനുള്ളത്. പിന്നെ മോർ അഡാപ്റ്റീവ്. അപ്പോൾ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫുഡ് ചെയിൻ സിംഗിൾ ലീനിയർ പാത്വേ ആണ്. ഓരോ 1 by 1 ആയിട്ടാണ് പോകുന്നത്, സിംഗിൾ ലീനിയർ പാത്വേ. പക്ഷേ ഫുഡ് വെബ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? മെയ്ഡ് ഇൻ്റർ കണക്റ്റിംഗ്, സെവറൽ പാത്വേസ് ഇൻ്റർ കണക്റ്റിംഗ് ആണുള്ളത്. ഇനി ഐസൊലേറ്റഡ് ഫുഡ് ചെയിൻ ആണ് ഫുഡ് ചെയിനിലുള്ളത്. ഫുഡ് ചെയിനിൽ ഐസൊലേറ്റഡ് ഫുഡ് ചെയിൻ ആണ്. അതുകൊണ്ട് നമ്മളുടെ ഇക്കോളജിക്കൽ കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റെബിലിറ്റി കുറയ്ക്കുന്നു, ഫുഡ് ചെയിൻ കുറയ്ക്കും. പക്ഷേ ഫുഡ് വെബ് അങ്ങനെയല്ല. ഫുഡ് വെബ് വെരി കോംപ്ലക്സ് ആണ്. നമ്മുടെ ഇക്കോളജിക്കൽ കമ്മ്യൂണിറ്റിയിൽ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ഫുഡ് വെബ് ചെയ്യുന്നത്. പിന്നെ ഫുഡ് ചെയിനിൽ വൺ ഇൻഡിവിജ്വൽ ഓക്കുപ്പൈസ് വൺ ട്രോപ്പിക് ലെവൽ. ഒരു ഇൻഡിവിജ്വലിന് ഒരു ട്രോപ്പിക് ലെവലാണ് ഫുഡ് ചെയിനിൽ. പക്ഷേ ഫുഡ് വെബിൽ അങ്ങനെയല്ല, വൺ ഇൻഡിവിജ്വൽ ഓക്കുപ്പൈസ് മെനി ട്രോപ്പിക്കൽ ലെവൽസ് ആണ്. ദെൻ ഫുഡ് ചെയിനിൽ ലെസ് അഡാപ്റ്റേഷൻ കുറവാണ്, പക്ഷേ ഫുഡ് വെബിൽ മോർ അഡാപ്റ്റേഷൻ ആണ്. പിന്നെ ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ, ഇറ്റ് റെപ്രസെൻറ്റ്സ് ഹൂ ഈറ്റ് ഹൂ. അപ്പോൾ ഫുഡ് ചെയിൻ ആണെങ്കിലും ഫുഡ് വെബ് ആണെങ്കിലും ആരെയൊക്കെ കഴിക്കുന്നത്, ആരെയാണ് ഇവർ ഈറ്റ് ചെയ്യണതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 10% ഓഫ് എനർജി പാസസ് ഫ്രം വൺ ട്രോപ്പിക് ലെവൽ ടു അനദർ. പിന്നെ 10% എനർജി പാസ് ചെയ്യുന്നത് ഒരു ട്രോപ്പിക് ലെവലിൽ നിന്നും മറ്റൊരു ട്രോപ്പിക് ലെവലിലേക്കാണ്. ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ്. ഓക്കെ, താങ്ക് യു.